നമ്മുടെ LSS എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള നമ്മളെ സൗജന്യ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ടെന്ന് കരുതുന്നു. അതിൽ നമ്മൾ നിരന്തരം എക്സാമുകളും ഓൺലൈൻ പരീക്ഷകളൊക്കെ നടത്താറുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഇല്ലാത്തവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നോക്കാം, ആൻസേഴ്സ് ഒക്കെ നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിൽ കുറേ എങ്ങനെയാണ് വേഗത്തിൽ ഉത്തരം എഴുതുക, എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉത്തരം എഴുതുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. വീഡിയോ എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണുക, കേൾക്കുക. പറ്റുകയാണെങ്കിൽ മാഷ് എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു ചെറിയൊരു ഗെയിമും കൂടിയും നിങ്ങൾക്ക് ഇട്ടുതരും. അതിൻ്റെ ആൻസേഴ്സൊക്കെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നേരെ കിടക്കാം. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്തരം ഒരു ചോദ്യം വന്നാൽ ഇതിൽ കഥയൊന്നും ഇല്ല അല്ലേ, ലിസൺ, അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സ്കൂളിൽ ടീച്ചർ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരും ഇംഗ്ലീഷിൽ. അപ്പോൾ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ടീച്ചർ കഥ ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ മെല്ലെ വേറെ എവിടെയെങ്കിലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എവിടെയെങ്കിലും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന സ്ഥലങ്ങൾ, ജീവികളുടെ പേരുകൾ, ആളുകളുടെ പേരുകൾ അല്ലേ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ടീച്ചർ ഈ കഥ വായിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നത് എന്തായിരിക്കും, നല്ലതായിരിക്കും. അപ്പം നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യും, ടീച്ചർ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ആൻസർ എഴുതാനൊക്കെ കഴിയും. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ട്രിക്കുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ലെറ്റ് മീ ടെൽ യു ദി സ്റ്റോറി. മാഷി കഥ പറയും, എല്ലാവരും ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കേട്ട് നിൽക്കാം. One day, Tommy went to the zoo with his parents. As they walked near the entrance, Tommy saw a colorful peacock dancing happily. Then he heard a loud roar. It was a lion. Further inside, they reached a big pond. An elephant was standing near the pond, spraying water on its baby with its trunk. Tommy was very excited and shouted, "I love animals." His father smiled and held his hand. സോ ദാറ്റ് ഇസ് ദ സ്റ്റോറി അല്ലേ, ഇതാണ് നമ്മളുടെ സ്റ്റോറി. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, താഴെയുള്ള 5 ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തണം. ഓക്കെ, വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ബാക്ക് അടിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് സ്റ്റോറി ഒന്നും കൂടി കേൾക്കാം. ഓക്കെ, ചോദ്യമൊക്കെ വായിച്ചതിന് ശേഷം ഒന്നുകൂടി കേട്ട് നോക്കാം. ഓക്കെ, എന്നിട്ട് സ്വന്തമായിട്ട് ആൻസർക്ക് എഴുതിയിട്ട് മാഷി പറയുന്ന ആൻസർ എന്ത് ചെയ്താൽ മതി, കേട്ടാൽ മതി. ഓക്കെ, ഒന്നാമത്തെ എന്താണ്, വേർ ഡിഡ് ടോമി ഗോ വിത്ത് ഹിസ് പാരൻസ് അല്ലേ. ടോമി എവിടേക്കാണ്, നമുക്കറിയാം അല്ലേ, ആനിമൽസിനൊക്കെ കാണുന്നത് നമ്മൾ എവിടെ നിന്നാണ്, യെസ് വെരി ഗുഡ്, എവിടെ നിന്നാണ്, സൂവിൽ നിന്നാണ് അല്ലേ. ടോമി പോയത് എവിടേക്കാണ്, സൂവിലേക്കാണ് അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. രണ്ടാമത്തെ എന്താണ്, ടോമി ഹേർഡ് എ ലൗഡ് റോർ ഓഫ് എ അല്ലേ. റോർ അല്ലേ, റോർ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ആരാണ് റോർ ചെയ്യുക അല്ലേ. കുറേ ജീവികൾ റോർ ചെയ്യും, അതിൽ നമ്മളിവിടെ കേട്ട ഒറ്റ റോർ ചെയ്യുന്ന ജീവിയുള്ളത് ആരാണ്, ദാറ്റ് ഈസ് ലയൺ. ദാറ്റ് ഈസ് ലയൺ അല്ലേ, അതാരാണ്, സിംഹമാണ് അല്ലേ. മൂന്നാമത്തെ, വാട്ട് വാസ് ദ എലഫൻറ്റ് ഡൂയിങ് അല്ലെ. എലഫൻറ്റ് എന്തോന്ന് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി, ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ പോണ്ട്, പ്ലേയിങ് വിത്ത് എ ബോൾ, ലൈയിങ് ഓൺ ദ ഫ്ലോർ അല്ലേ. ഏതാണ്, ഒന്നാമത്താണ് അല്ലേ. സ്പ്രേയിങ് വാട്ടർ ഓൺ ഇറ്റ്സ് ബേബി അല്ലേ, അതിൻ്റെ ബേബിൻ്റെ മേത്ത് കൂടെ എന്ത് ചെയ്യാണ്, വെള്ളം സ്പ്രേ ചെയ്യാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ എലിഫൻറ്റ് ചെയ്യുന്നത് അല്ലേ, എലിഫൻറ്റ് ചെയ്യുന്നത്. ഹു വാസ് ഡാൻസിങ് നിയർ ദ എൻട്രൻസ് അല്ലേ. ഹു വാസ് ഡാൻസിങ് അല്ലേ, എൻട്രൻസിൻ്റെ അവിടെ ആരോ അല്ലേ. ഇപ്പം ഇങ്ങനത്തെ ചോദ്യത്തിലൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം എൻട്രൻസ് അല്ലേ. അപ്പോൾ അടുത്ത ടീച്ചർ രണ്ടാമത് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, എൻട്രൻസ് എന്നുള്ള വാക്ക് ടീച്ചർ എവിടെയാണ് പറയുന്നതെന്ന് നോക്കുക അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട വാക്കൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കേട്ട് ആൻസർ ചെയ്ത് അല്ലേ. എൻട്രൻസിൻ്റെ അവിടെ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, ആരായിരുന്നു, യെസ് ഇറ്റ് വാസ് എ പീകോക്ക് അല്ലേ. ആരായിരുന്നു, പീകോക്ക് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഡാൻസ് കളിച്ചിരുന്നത്. യെസ്, ആരായിരുന്നു ഡാൻസ് കളിച്ചിരുന്നു, എ പീകോക്ക് ആയിരുന്നു അല്ലേ. ആരായിരുന്നു, എ പീകോക്കാണ് എന്ത് ചെയ്തത്, അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അഞ്ചാമത്തെ, ഐ ലവ് ആനിമൽസ്. ഹൂ സെഡ് ദിസ് അല്ല, എല്ലാവർക്കും അറിയാം, വെരി സിമ്പിൾ, ആരാണ്,
യെസ്, ടോമിയാണ് എന്ത് ചെയ്തത് ഐ ലവ് ആനിമൽസ് എന്ന് അവസാനത്തിൽ സൂ ഒക്കെ കണ്ടിട്ട് അത് ഉറക്കെ വിളിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം അല്ലേ. രണ്ടാമത്തെ ആക്ടിവിറ്റിയും ഇതുപോലെ തന്നെയാണ്. എന്താണ്, നേരത്തെ നമ്മൾ ലിസൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ആൻസർ ചെയ്തത് അല്ലേ. ഇവിടെ എങ്ങനെയാണ്, റീഡ് ആൻഡ് റൈറ്റ് ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സ്വന്തമായിട്ട് വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ഉത്തരം എഴുതുക. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു 2-3 തവണ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചു നോക്കുക. അതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ പ്രത്യേകം പെൻസിലൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക അല്ലേ. അതിൽ പ്രത്യേക സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ അതൊക്കെ എന്ത് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ കാണാൻ നിങ്ങൾക്ക് എന്ത്, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സ്റ്റോറി ആയിരിക്കും സ്വാഭാവികമായിട്ടും അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സംഗതികളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അടിവരയൊക്കെ ഇട്ട് വെക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചു നോക്കുക. ഇനി മാഷ് എന്ത് ചെയ്യാൻ വായിക്കാം. മിയാസ് പേരൻസ് സർപ്രൈസ്ഡ് ഹെർ വിത്ത് എ ന്യൂ ക്യാമറ ഓൺ ഹെർ ബർത്ത്ഡേ അല്ലേ. മിയൻ്റെ പേരൻസ് എന്ത് ചെയ്തു, അവൾക്ക് അവളുടെ ബർത്ത്ഡേക്ക് ഒരു ക്യാമറ ഒക്കെ കൊടുത്ത് അവളെ സർപ്രൈസ് ചെയ്തു. മിയാസ് ഐസ് സ്പാർക്കിൾഡ് ആസ് ഷീ ഹെൽഡ് ദ ക്യാമറ അല്ലേ. മിയൻ്റെ കണ്ണുകളൊക്കെ എന്ത് ചെയ്തു, സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങി അല്ലേ. ഈ ക്യാമറ പിടിച്ചപ്പോൾ തന്നെ ഷീ വാസ് ഈഗർ ടു ടേക്ക് ഹെർ ഫസ്റ്റ് ഷോട്ട് അല്ലേ. അവൾ ഭയങ്കര ഈഗറായിരുന്നു, അല്ലെ ആവേശത്തിലായിരുന്നു. എന്തിന്, ടു ടേക്ക് ഹെർ ഫസ്റ്റ് ഷോട്ട് അല്ലേ, ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആവേശത്തിലായിരുന്നു. ഷീ വാക്ക്ഡ് അറൗണ്ട് ഹെർ ബാക്ക് യാർഡ് അല്ലേ, അവളുടെ വീടിൻ്റെ ബാക്ക് യാർഡിലൂടെ ഇങ്ങനെ നടന്നു. ആൻഡ് ടുക്ക് ഫോട്ടോസ് ഓഫ് ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ്. ആസ് ദ സൺ ബിഗൻ ടു സെറ്റ് ഷീ ക്യാപ്ചേർഡ് എ സ്റ്റണ്ണിങ് സൺസെറ്റ് ഓൾസോ അല്ലേ. നമ്മളെ സൂര്യനൊക്കെ ഇങ്ങനെ എന്ത് അസ്തമിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു, നല്ല കിടിലം അല്ലെ, സ്റ്റണ്ണിങ് ആയിട്ടുള്ള കിടിലം പിക്ചേഴ്സൊക്കെ എന്ത് ചെയ്തു അവൾ എടുത്തു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട്, ദിസ് വാസ് വെരി നൈസ് സെഡ് മദർ അല്ലേ. അതൊരു പെർഫെക്റ്റ് ഷോട്ടായിരുന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു. എന്ത് ദിസ് വാസ് അല്ലേ, ദിസ് ഈസ് വെരി നൈസ്, സോറി എന്തായിരുന്നു, ദിസ് ഈസ് വെരി നൈസ് അല്ലേ. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ഷോട്ട്, ദിസ് ഈസ് വെരി നൈസ് സെഡ് മദർ അല്ലേ. അപ്പം എന്ത് ചെയ്തു, മദർ പറഞ്ഞു എന്ത്, ദിസ് ഈസ് വെരി നൈസ് എന്ന് എന്ത് ചെയ്തു, മിയൻ്റെ ഷോട്ട് കണ്ടിട്ട് എന്ത് ചെയ്തു, മദർ പറഞ്ഞു. മിയാസ് പാരൻസ് വർ ഇംപ്രസ്ഡ് ബൈ ഹെർ ടാലൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി ആൻഡ് എൻകറേജ്ഡ് ഹെർ അല്ലേ. അവളുടെ ഫോട്ടോഗ്രാഫിയിലുള്ള ടാലൻറ്റ് കണ്ടിട്ട് അവൾ എന്ത് ചെയ്തു, നന്നായിട്ട് എൻകറേജ് ചെയ്തു. കീപ് പ്രാക്ടീസിങ് ഫോട്ടോഗ്രാഫി, യു വിൽ ബിക്കം എ ഫൈൻ ഫോട്ടോഗ്രാഫർ, ഹെർ ഫാദർ സെഡ് അല്ലേ. അപ്പോൾ അത് കേട്ടിട്ട് അവളുടെ ഫാദർ പറഞ്ഞു എന്ത്, ഫോട്ടോഗ്രാഫിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യ്, അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്യും, നല്ല ഒരു കിടിലൻ ഫോട്ടോഗ്രാഫറായിട്ട് മാറും എന്ന് പറഞ്ഞു അല്ലേ. ആഫ്റ്റർ ദാറ്റ് മിയ ബിക്കെയിം മോർ കോൺഫിഡൻറ്റ് ഇൻ ഫോട്ടോഗ്രാഫി അല്ലേ. അത് കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു, ഇതൊക്കെ കേട്ടപ്പോൾ അവൾ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയി. ഷീ ക്യാപ്ചേർഡ് ദ ബ്യൂട്ടി ഓഫ് ദ വേൾഡ് അല്ലേ, നമ്മളെ ലോകത്തിൻ്റെ ബ്യൂട്ടി അല്ലേ, സൗന്ദര്യമൊക്കെ എന്ത് ചെയ്തു, മിയ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യത്തിൻ്റെ അതേ അല്ലേ, ചോദ്യം എളുപ്പമാണ്, നമുക്കറിയാം എന്താണ് ചോദ്യത്തിലുള്ള വാക്കുകൾ നമ്മളെ സ്റ്റോറിയിൽ എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ തപ്പും അല്ലേ. പക്ഷെ എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ, ചില സമയത്തൊക്കെ അതെന്ത് ചെയ്യും, തെറ്റാനും സാധ്യതയുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ കണ്ടെത്താം, തീരെ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടെത്താം. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, പരമാവധി വായിച്ച് അർത്ഥം മനസ്സിലാക്കി സംശയമുള്ളതൊക്കെ ടീച്ചറോട് ചോദിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് മിയ ഗെറ്റ് ഫോർ ഹെർ ബർത്ത്ഡേ അല്ലേ. മിയക്ക് എന്താണ് ബർത്ത്ഡേക്ക് കിട്ടിയത്, ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് അല്ലേ. എന്താണ്, മിയ ഗോട്ട് എ ന്യൂ ക്യാമറ ഫോർ ഹെർ ബർത്ത്ഡേ അല്ലേ. മിയക്ക് എന്ത് കിട്ടി, ഒരു പുതിയ ക്യാമറ ആണ് എന്ത് ചെയ്തത്, അവളുടെ ബർത്ത്ഡേക്ക് കിട്ടി അല്ലേ. നിങ്ങൾക്ക് പല രീതിയിൽ ആൻസർ ചെയ്താം അല്ലേ. വേണമെങ്കിൽ എന്ത് ചെയ്യാം, മിയ ഗോട്ട് എ ന്യൂ ക്യാമറ ഫോർ ഹെർ ബർത്ത്ഡേ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ ന്യൂ ക്യാമറ എന്ന് എഴുതാം അല്ലേ. എങ്ങനെ എന്ത് ചെയ്യാം, ഏതെന്ന് മാഷ് തൽക്കാലം എന്ത് ചെയ്യാം, എ ന്യൂ ക്യാമറ എന്ന് മാത്രം എന്ത് ചെയ്യാം തൽക്കാലത്തിന് എഴുതി നോക്കാം. ഓക്കെ, രണ്ടാമത്തെ, മിയ ടുക്ക് ഫോട്ടോസ് ഓഫ് എന്തിൻ്റെ ഫോട്ടോസാണ് എടുത്തത്, ബാക്ക് യാർഡ് ആണോ, ആനിമൽസ് ആണോ, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ് ആണോ, ഹിൽസ് ആണോ അല്ലേ. എല്ലാവർക്കും അറിയാം ഏതാണ്, ഫ്ലവേഴ്സ്, ബേർഡ്സ് ആൻഡ് ട്രീസ് അല്ലേ. ഇതാണ് അവൾ എന്ത് ചെയ്തത് എടുത്തത് അല്ലേ. നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, സംശയമുള്ളവർ ഒന്നുകൂടി വായിച്ചു നോക്കാം. തേർഡ്, ഫൈൻഡ് എ സിമിലർ വേർഡ് ഫോർ വണ്ടേർഡ് ഫ്രം ദ സ്റ്റോറി അല്ലേ. വണ്ടേർഡ് അത്ഭുതം അല്ലേ, വണ്ടേർഡ് പറഞ്ഞത് അത്ഭുതം അല്ലേ. അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഏതാണുള്ളത് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടെത്താനാണ് പറയുന്നത് അല്ലേ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോറി ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അർത്ഥം കാണാൻ പറ്റും. ഏതായിരിക്കും, ഇംപ്രസ്ഡ് ആണ്. ഏതാണ്,
ഇംപ്രസ്ഡ് അല്ലേ, വണ്ടേഡ് അല്ലേ, അല്ലെങ്കിൽ ഇംപ്രസ്ഡ് അല്ലേ. വണ്ടേഡ് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു, ഇംപ്രസ്ഡ് പറഞ്ഞാൽ എന്താണ്, അവൾക്ക് എന്ത് ചെയ്തു, മതിപ്പ് തോന്നി അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, മാതാപിതാക്കൾക്ക് അവളിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി, ഭയങ്കര മതിപ്പ് തോന്നി അല്ലേ. അപ്പോൾ അതന്നെ ആയിരിക്കും എന്ത് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് മൂന്നാമത്തത്, ഇംപ്രസ്ഡ് അല്ലേ. എന്താണ്, ഇംപ്രസ്ഡ്. ഓക്കെ, മതിപ്പ് തോന്നി. ഓക്കെ, നാലാമത്തെ ചോദ്യം എന്താണ്, ദിസ് വാസ് വെരി നൈസ് അല്ലേ. ദിസ് വാസ് വെരി നൈസ് അല്ലേ. മിയാസ് മദർ സെറ്റ് ലുക്കിംഗ് അറ്റ് ദ ഫോട്ടോ ഓഫ് അല്ലെ, എന്തിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ് മിയൻ്റെ മദർ ദിസ് വാസ് വെരി നൈസ് എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് അല്ലേ. ഏതൊക്കെയാണ് ഓപ്ഷൻ ഉണ്ട്, ക്യാമറ, ഫ്ലവേഴ്സ്, ട്രീസ്, സൺസെറ്റ്. വെരി സിമ്പിൾ, ഏതാണ്, സൺസെറ്റ് ആയിരുന്നു അല്ലേ. നമ്മളത് നേരത്തെ തന്നെ 2-3 വട്ടമൊക്കെ വായിച്ചിരുന്നു. അഞ്ചാമത്തത്, ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ് അല്ലേ. ഹൗ ഡിഡ് മിയാസ് പാരൻസ് റിയാക്ട് ടു ഹെർ ഫോട്ടോസ് അല്ലേ. അവളുടെ ഫോട്ടോസിന് എങ്ങനെയാണ് മിയൻ്റെ പാരൻസ് റിയാക്ട് ചെയ്തത് എന്നുള്ളതാണ് അല്ലേ. എങ്ങനെയാണ്, സെഡ് നത്തിങ്, ഒന്നും പറയാതെയാണോ അല്ലേ. ബി, സ്കോൾഡഡ് അല്ലേ. സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലേ, ശകാരിച്ചുകൊണ്ടാണോ, അല്ല, അതുമല്ല. എന്താണ്, സി, എൻകറേജ്ഡ് അല്ലേ, അവളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ് അല്ലേ. ഡി എന്താണ്, ഡിസ്എൻകറേജ്ഡ് അല്ലേ, നിരുത്സാഹപ്പെടുത്തുക അല്ലേ. അപ്പോൾ അതുമല്ല, ഏതാണ്, സി ആണ്, എൻകറേജ്ഡ് അല്ലേ. നമ്മൾ സ്റ്റോറി വായിച്ചാൽ തന്നെ അതിലെന്ത് ചെയ്യാം, വ്യക്തമായിട്ട് അതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റോറി നന്നായിട്ട് വായിക്കുക, ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ അടുത്ത ആക്ടിവിറ്റി 3 ഒന്ന് നോക്കിയാലോ. മീറ്റ് ദ ഹീറോ അല്ലേ. മീറ്റ് ദ ഹീറോ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പാഠപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേപോലെ മീറ്റ് ദ ഹീറോ എന്നുള്ള അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്ന, നമ്മളെ സ്കൂൾക്ക് ഒരു പോലീസ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹീറോ വരികയാണെങ്കിൽ അവരോട് നമ്മൾ എന്തൊക്കെയാണ് ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഒന്നാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ട് അല്ലേ, പേജ് നമ്പർ 43 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതെന്ത് ചെയ്യാം, അതൊക്കെ എല്ലാവരുടെ ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ്, വാട്ട്, ഹൗ, വൈ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുക അല്ലേ. ഇപ്പോൾ എന്താണ്, വാട്ട് പറഞ്ഞാൽ എന്താ, എന്ത് അല്ലെ, ഹൗ എങ്ങനെ, വൈ അല്ലെ എന്തുകൊണ്ട് അല്ലെ. ഇങ്ങനത്തെ കുറച്ച് ചോദ്യത്തിൻ്റെ എന്ത് ചെയ്യുക, ചോദ്യത്തിൻ്റെ തുടക്കത്തിലും മറ്റൊക്കെ ചേർക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യുക, എപ്പോഴും കണ്ടുവെക്കുക. ഒരു 4-5 ഈ വാക്കുകൾ എന്തായാലും പഠിച്ചേക്കുക. ഏതൊക്കെ, വാട്ട്, ഹൗ, വൈ, ഇതെന്തായാലും എന്ത് ചെയ്യുക, അല്ലെ, വെന്ന്, ഇതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക അല്ലെ. നിങ്ങൾക്ക് ഒരു പാട്ടൊക്കെ അറിയുന്നുണ്ടാവും അല്ലെ, കേട്ടിട്ടില്ലേ, വാട്ടെന്ത് വേറെവിടെ, വെന്നെപ്പോൾ വിച്ചേത്, ഹൗ അല്ലേ. ഈ പാട്ട് കേട്ടിട്ടില്ല എല്ലാവരും, കേട്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക, വാട്ട് എന്ത് വേറെ വീട് എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള ഒരു സോങ് ഉണ്ട് അല്ലേ, യൂട്യൂബിൽ അടിച്ചു നോക്കുക. അതൊക്കെ കാണാതെ പഠിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. നമുക്ക് ഇത്തരം വാക്കുകളൊക്കെ വേഗത്തിൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, അത് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. എ ഫോർമർ സ്റ്റുഡൻറ്റ് ഓഫ് യുവർ സ്കൂൾ ഗെറ്റ്സ് എ ലിറ്റററി അവാർഡ് ഫോർ ദ ബെസ്റ്റ് നോവൽ അല്ലെ. ഏറ്റവും നല്ല നോവലിന് എന്ത് ചെയ്തു, ലിറ്റററി അവാർഡ് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നമ്മളൊരു സ്കൂളത്തെ പഴയ കുട്ടിക്ക് കിട്ടുകയാണ്. ഹി വിസിറ്റ്സ് യുവർ സ്കൂൾ ടു ടോക്ക് വിത്ത് യു അല്ലേ. അയാൾ നമ്മളെ സ്കൂളിൽ വിസിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരോട് ചോദിക്കുക, നമുക്ക് ഇഷ്ടമുള്ള എന്തും ചോദിക്കട്ടോ. പക്ഷേ പരമാവധി എന്ത് ചെയ്യണം, യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നോവലാണ് അല്ലേ, നോവലിൻ്റെ ആളാണ് അല്ലേ. അപ്പം നോവലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് പരമാവധി അല്ലേ. അല്ലാതെ വാട്ട് ഈസ് യുവർ നെയിം അല്ലേ, വേർ ഈസ് യുവർ പ്ലേസ്, അത്തരം വീട് എവിടെ, പേരെവിടെ എന്നുള്ള ചോദ്യങ്ങളല്ല ഇവിടെ വേണ്ടത്. പകരം എന്താണ്, ഈ അവരുടെ അവാർഡുമായി ബന്ധപ്പെട്ട്, നോവലുമായി ബന്ധപ്പെട്ട്, എഴുത്തുമായി ബന്ധപ്പെട്ട് അല്ലേ, നമ്മൾ സ്കൂളിനെ കുറിച്ചുള്ള അത്തരം ചോദ്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യാം, ഒരു 5 ചോദ്യം, 3 ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള മാഷ് ഒരു 5 ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കുക. ഒന്നെന്താണ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഗെറ്റിംഗ് ദിസ് അവാർഡ് അല്ലേ. ഈ അവാർഡ് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ആയത്, എന്താണ് തോന്നിയത്, ഹാപ്പി ആയോ എന്നൊക്കെ ചോദിക്കൂല. യെസ്, അതന്നെ. രണ്ടാമത്തെ എന്താണ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക് അല്ലെ, നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്. വാട്ട് ഈസ് യുവർ മെസ്സേജ് ഫോർ അസ് അല്ലേ, ഞങ്ങൾക്കുള്ള മെസ്സേജ് അല്ലേ, നിങ്ങൾ എന്ത് മെസ്സേജാണ് ഞങ്ങൾക്ക് തരിക. നാലാമത്തെ എന്താണ്, വൈ ഡിഡ് യു സ്റ്റാർട്ട് റൈറ്റിംഗ്, നിങ്ങൾ എന്തിനാണ് എഴുതാൻ തുടങ്ങിയത് അല്ലേ. ഡു യു ലൈക്ക് റൈറ്റിംഗ് സ്റ്റോറീസ് അല്ലേ, നിങ്ങൾക്ക് സ്റ്റോറീസ് അല്ലേ, ഇപ്പോൾ നോവലിനാണല്ലോ അവാർഡ് കിട്ടിയത്, സ്റ്റോറീസ് എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ. ഇത്തരം എന്ത് ചോദ്യം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചോദിച്ചു നോക്കാം. ഓക്കെ, അടുത്ത എന്ത് ചെയ്യുക, ആക്ടിവിറ്റി 4 എടുക്കുക അല്ലേ. അവിടെ മേലത്തിൻ്റെ എഴുതിയിട്ടുണ്ട് എന്ത്, അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ അല്ലേ, വൺ ഓഫ് ദി ഫോളോയിങ് അല്ലേ. എന്താണ്, ഏതെങ്കിലും അല്ലേ. ആക്ടിവിറ്റി 4 എയും ഉണ്ട് ബിയും ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ മാഷ് പറയുമല്ലേ, നമ്മളെ മലയാളത്തിലൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മൾ രണ്ടും എഴുതുക. കാരണം
ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിലാണോ ആ മാർക്കാണ് ടീച്ചർ എന്ത് ചെയ്യുക നമ്മളെ ഉത്തര പേപ്പറിൽ ഇടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഇത് ഏറ്റവും അല്ലേ, അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പഠിയും മനസ്സിലാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സമയം നമുക്ക് ഉണ്ടാവും, നോ പ്രോബ്ലം. കോൺവെർസേഷൻ നോക്കുക. ലില്ലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് separated from her best friend Max. Max was also sad, missing his friend Lily. So Max called her on her മൊബൈൽ ഫോൺ അല്ലേ. മാക്സ് എന്ത് ചെയ്യാണ്, ലില്ലിനെ മിസ് ചെയ്യുന്നു, ലില്ലി മാക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, യെസ്, നമ്മളെ റെയിൻബോൻ്റെ അല്ലേ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലേ. യെസ്, അവരെന്ത് ചെയ്തു, അവർക്ക് കുറേ റിബണുകളൊക്കെ എന്ത് ചെയ്തു വന്നു അല്ലേ. റെയിൻബോ അല്ല, റിബൺ അല്ലേ. യെസ്, നമ്മളെ യെസ്, അപ്പം നമ്മൾ ലില്ലിയും മാക്സും നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? യെസ്, ദ റെയിൻബോ പീപ്പിൾ എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ സ്റ്റോറി നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ. അതിലുണ്ടായിരുന്നു ലില്ലിയും മാക്സും ഒക്കെ അല്ലേ. ഇവർക്കൊക്കെ വ്യത്യസ്തമായ എന്ത് ചെയ്തു, റിബണുകൾ, വ്യത്യസ്ത നിറത്തിലുള്ള കളേഴ്സിലുള്ള റിബൺ കിട്ടി. അവരൊക്കെ എന്ത് ചെയ്തു, വേറെ വേറെ ടീമായിട്ടൊക്കെ പോയി അല്ലേ. പക്ഷേ ഇവർക്ക് എന്താണ്, ഭയങ്കര മിസ്സിങ് തോന്നി അല്ലേ. ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മിസ് ചെയ്യും അല്ലേ. അതുപോലെ ഇവർക്ക് മിസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, മാക്സ് എന്ത് ചെയ്യാണ്, നമ്മളെ ലില്ലിനെ മൊബൈൽ ഫോണിൽ വിളിക്കുകയാണ് അല്ലേ. അപ്പോൾ മാക്സ് ആദ്യം പറയും, നോക്കൂ, ഹേയ് ലില്ലി അല്ലേ, ഇറ്റ്സ് മീ മാക്സ്, ഹേയ് ലില്ലി അല്ലേ, ലില്ലി ഇത് ഞാനാണ്, മാക്സ് ആണെന്ന് പറയണം അല്ലേ. യെസ്, അപ്പോൾ ലില്ലി അല്ലേ, മാഷ് കുറച്ച് എഴുതിയിട്ടുണ്ട്, ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തു നോക്ക്, നിങ്ങൾ സ്വയമൊക്കെ ചെയ്തു നോക്ക് കേട്ടോ. എന്നിട്ട് മാഷ് പറഞ്ഞ കേൾക്കുക എന്താണ്. അപ്പോൾ ലില്ലി പറയുന്നത്, ഓ മാക്സ്, ഹൗ ആർ യു, ഐ ആം മിസ്സിങ് യു അല്ലേ. മാക്സ് എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ, അങ്ങനെയൊക്കെ പറയില്ല, എനിക്ക് എന്നെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ മാക്സ് പറഞ്ഞു എന്ത്, ഐ ആം മിസ്സിങ് യു ടു ലില്ലി, വൈ ആർ യു ക്രൈയിങ് അല്ലേ, നീ എന്തിനാ അല്ലേ. അപ്പോൾ ലില്ലിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് മാക്സ്. അപ്പോൾ ചോദിക്കണത്, വൈ ആർ യു ക്രൈയിങ് അല്ലേ. അങ്ങനെയൊക്കെ എന്ത് ചെയ്തു, ചോദിച്ചു. എന്തുകൊണ്ടാണ് ആ ചോദ്യം മാക്സ് അവിടെ ചോദിക്കാൻ മാഷ് എഴുതാൻ കാരണം? ചോദ്യം വായിച്ചു നോക്കൂ. ആദ്യം എന്താണ്, ലില്ലി ക്രൈഡ് ബിക്കോസ് ഷീ വാസ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ബെസ്റ്റ് ഫ്രണ്ട് മാക്സ് അല്ലേ. യെസ്, ലില്ലി കരഞ്ഞു അല്ലേ. അപ്പോൾ ആ കരയാന്നുള്ളത് ചോദ്യത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അത് കോൺവെർസേഷനിലും കൂടി അത് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഐ ആം മിസ്സിങ് യു ടു ലില്ലി, വൈ ആർ യു ക്രൈയിങ് അല്ലേ. അപ്പം ലില്ലി പറഞ്ഞത്, ഐ ഫീൽ വെരി സാഡ് ബിക്കോസ് വി ആർ സെപ്പറേറ്റഡ് അല്ലേ. അപ്പോൾ ഈ കോൺവെർസേഷനിൽ വീണ്ടും ചോദ്യത്തിലുള്ള കാര്യം വന്നത് എന്താണ്, സെപ്പറേറ്റഡ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്തു, വീണ്ടും പറഞ്ഞു. അതോടെ നമ്മൾ എന്താ, ഈ ചോദ്യം നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് എന്ത് ചെയ്യും, ഈ ചോദ്യ പേപ്പർ അല്ലേ, നമ്മൾ ഉത്തരം നോക്കുന്ന ടീച്ചറിന് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ അല്ലേ. ഡോണ്ട് വറി ലില്ലി, വി വിൽ മീറ്റ് സൂൺ അല്ലേ. അപ്പോൾ മാക്സ് എന്ത് ചെയ്യാണ്, ലില്ലിനെ സമാധാനപ്പെടുത്താൻ, ഡോണ്ട് വറി ലില്ലി, പേടിക്കൊന്നും വേണ്ട, വി വിൽ മീറ്റ് സൂൺ, നമ്മൾ എന്ത് ചെയ്യും, ഇനിയും കാണും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേഗത്തിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് അല്ലേ, നാലാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ് അല്ലേ. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 ചിത്രങ്ങളൊക്കെ കാണാം. ഒന്നാമത്തെ എന്താണ്, യെസ്, വെള്ളപ്പൊക്കമാണല്ലേ, ഫ്ലഡാണ്. ഫ്ലഡിൽ എന്ത് ചെയ്യണം, ഒരാൾ മുങ്ങിത്താന്ന് വീടും കുടങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ എന്താണ്, ഒരു ഹെലികോപ്റ്റർ ഉണ്ട് അല്ലേ. ആരായിരിക്കും ഹെലികോപ്റ്റർ? യെസ്, പട്ടാളം അല്ലേ, രക്ഷാപ്രവർത്തകരായിരിക്കും അല്ലേ. മൂന്നാമത്തേൽ എന്താണ്, ഒരു കുട്ടിയെ രക്ഷിക്കുകയാണ്. ആ കുട്ടി എന്ത് ചെയ്തു, തിരിച്ച് അവൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചു അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ, സ്വയം ചെയ്തു നോക്കെ, എന്നിട്ട് മാത്രം മാഷ് പറയുന്നത് എന്ത് ചെയ്യുക, കേട്ടു നോക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ മാഷ് പറയുന്നത് കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, എന്താണ്, യെസ്, ക്യാരി ഫ്ലഡ് അല്ലേ. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ്, ഇത്തരത്തിലുള്ള ഓരോന്ന് ചെയ്യുമ്പോൾ നല്ലൊരു തലക്കെട്ടൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു തലക്കെട്ട് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും, കൂടുതൽ നന്നാവും. ഓക്കെ, യെസ്, ക്യാരി ഫ്ലഡ്. One day, a heavy flood covered the whole village. Water was everywhere and people were crying for help. Suddenly, a rescue team came in a helicopter. They saved a little boy from the flood water. The rescue team took the boy to a safe place and handed him over to his parents. The parents hugged their boy with joy and thanked the rescue team. ഓക്കെ, ജസ്റ്റ് മീനിങ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. എല്ലാം എളുപ്പമുള്ള വാക്കുകളാണ്, ചെയ്തു നോക്കുക. സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, ആക്ടിവിറ്റി 5, അറ്റംപ്റ്റ്
എനി വൺ ഓഫ് ദി ഫോളോയിങ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ആക്ടിവിറ്റി 5 എയും ഓപ്ഷനും ബിയും ഓപ്ഷൻ ഉണ്ട് അല്ലേ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? യെസ്, രണ്ടും ചെയ്യും അല്ലെ. നോക്കാം, ഡയറി അല്ലെ, ഡയറി എഴുതാനാണ് അല്ലെ. ദ ഫയർമാൻ ചെക്ക്ഡ് ദിൽനാസ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. ദാറ്റ് നൈറ്റ് ദിൽന റോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി അല്ലെ. അപ്പോൾ ദിൽന എന്ത് ചെയ്യാണ്? നമ്മളെ ഫയർമാനൊക്കെ വിളിച്ച് അവളുടെ അമ്മയെ എന്ത് ചെയ്തു? മദറിനെ രക്ഷിച്ചു അല്ലെ. അന്ന് ദിൽനക്ക് ഹാപ്പി ഉണ്ടാവും, അതേസമയം സാഡും ഉണ്ടാവും അല്ലെ. അവർക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, അന്ന് അവൾ എന്ത് ചെയ്യാണ്? ഒരു ഡയറി എഴുതുകയാണ്. ആ ഡയറി എങ്ങനെ എഴുതും എന്നുള്ളത് നോക്കിയാലോ? യെസ്, മാഷ് ഒരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. സെപ്റ്റംബർ 3 അല്ലെ, മൺഡേ അല്ലെ. ഡേറ്റ് ഒക്കെ മാഷ് വെറുതെ ഇട്ടതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡേറ്റ് എന്തായാലും ഇടണം അല്ലെ. ഡയറിയിൽ ഡേറ്റ് നിർബന്ധമാണ് അല്ലെ. അത് വെറുതെ ഡേറ്റ് മാത്രം എഴുതി വെച്ച് ചോദ്യം എഴുതി വെച്ചാൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ കുറച്ചൊരു 1 മാർക്ക് 1/2 മാർക്കൊക്കെ കിട്ടും. പക്ഷെ നമുക്കത് മതിയോ? അത് പോരാ അല്ലെ. കൂടുതൽ മാർക്ക് വേണം, ഫുൾ മാർക്ക് വേണം അല്ലെ. ഐ കനോട്ട് ഫോർഗെറ്റ് ദിസ് അല്ലെ, ഫോർഗെറ്റ് ദിസ് അല്ലാതെ എന്താണ്? നമ്മൾ ചോദ്യ പേപ്പറിൽ തന്നെ തുടക്കം കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി അല്ലെ. മാഷ് എഴുതി നോക്കൂ. ഇറ്റ് വാസ് എ സ്കാരി but a special day in my life. Suddenly, my mother fell down on the floor and became unconscious. അല്ലേ, പെട്ടെന്ന് എൻ്റെ അമ്മ എന്ത് ചെയ്തു? വീട്ടിൽ വീഴുകയും അൺകോൺഷ്യസ് അല്ലെ, ബോധരഹിതയാവുകയൊക്കെ ചെയ്തു. ഐ വാസ് ടെറിഫൈഡ്, ഞാൻ ആകെ പേടിച്ചു വരച്ചു അല്ലേ. ബട്ട് ഐ റിമെമ്പേർഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് അഡ്വൈസ് ആൻഡ് ഡയൽഡ് 101 ഫോർ എമർജൻസി ഹെൽപ്പ് അല്ലേ. എമർജൻസിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 101 വിളിച്ചു. ഇത് ആര് പറഞ്ഞതാണ്? ഐ റിമെമ്പേർഡ് മൈ ഗ്രാൻഡ് മദേഴ്സ് അഡ്വൈസ് അല്ലേ. ഗ്രാൻഡ് മദേഴ്സിൻ്റെ അഡ്വൈസ് അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിൻ്റെ ഗെയിമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കളിച്ചതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ദ ഫയർമാൻ കെയിം ക്വിക്ക്ലി ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? ഫയർമാൻ ഏറ്റവും വേഗത്തിൽ വന്നു അമ്മയ്ക്ക് എന്ത് ചെയ്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. മദർ ഓപ്പൺഡ് ഹെർ ഐസ് ആൻഡ് സ്മൈൽഡ് അറ്റ് us അല്ലേ. മദർ എന്ത് ചെയ്തു? കണ്ണൊക്കെ തുറന്ന് ഞങ്ങൾ നോക്കി എന്ത് ചെയ്തു? ചിരിച്ചു. ദ ഫയർമാൻ കോൾഡ് മീ എ ഹീറോ. ഫയർമാൻ എന്ത് ചെയ്തു? എന്നെ ഒരു ഹീറോ എന്ന് വിളിച്ചു. ഐ ആം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് മൈ മദർ ഈസ് സേഫ് നൗ അല്ലേ. എൻ്റെ മദർ സേഫ് ആയതിൽ ഞാൻ എന്താണ്? ഹാപ്പിയാണ്, ഞാൻ നല്ല പ്രൗഡാണെന്നൊക്കെ എന്ത് ചെയ്യാണ്? ദിൽന പറയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നോക്കാം. 5 ബി എന്താണ്? ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് അല്ലേ. നോട്ടീസ് തയ്യാറാക്കാൻ എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള ആക്ടിവിറ്റി അല്ലേ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ബ്യൂട്ടി ഉണ്ടാവണം അല്ലേ. നന്നായിട്ട് എന്ത് ചെയ്യുക? നല്ല മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ കഴിയുകയാണെങ്കിൽ വരച്ച്, വ്യത്യസ്ത കളറുകളൊക്കെ ഉപയോഗിച്ച് അല്ലേ, ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക? എപ്പോഴും ഡയറി എഴുതാൻ വേണ്ടി ശ്രമിക്കുക അല്ലെ. ഡയറി അല്ല, സോറി, നോട്ടീസ് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക അല്ലേ. അപ്പോൾ നോട്ടീസിൽ എന്ത് ചെയ്യും? നോട്ടീസിൻ്റെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കണ്ടോ, ഈ ചോദ്യത്തിൽ തന്നെ കണ്ടോ, വെന്യൂ തന്നിട്ടുണ്ട്, ഡേറ്റ് തന്നിട്ടുണ്ട് അല്ലേ, ടൈം തന്നിട്ടുണ്ട്, ചീഫ് ഗസ്റ്റ് ഉണ്ട്, ഇനോഗ്രേഷൻ അല്ലേ. ഇതൊക്കെ എന്ത് ചെയ്യും? ചോദ്യത്തിൽ തന്നെ തരും. ഇത് വെറുതെ എഴുതിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? 1-2 മാർക്ക് കിട്ടും. അത്ര എളുപ്പമാണ് അല്ലേ. ഇപ്പോൾ നോട്ടീസ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് വെറുതെ ഇത് മാത്രം എഴുതിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? 1-2 മാർക്കൊക്കെ തരും അല്ലേ. 1 മാർക്കൊക്കെ എന്ത് ചെയ്യും? തരും. പക്ഷെ നമുക്കത് മതിയോ? അത് പോരാ അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് എങ്ങനെ നേടാൻ നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത് പറഞ്ഞ പോലെ എന്താണ്? മനോഹരമാവുക എന്നുള്ളത് പ്രധാനമാണ് അല്ലേ. മാഷിൻ്റെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, മൊബൈലിലായതുകൊണ്ടാണല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ക്രയോണൊക്കെ ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം അല്ലേ. കാരണം എന്താ? നോട്ടീസ് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ തോന്നണ്ടേ? യെസ്, വായിക്കാൻ തോന്നണം. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് വായിക്കുമോ? യെസ്, എല്ലാവരും വായിക്കണം അല്ലേ. അപ്പോൾ എന്താണ് നോട്ടീസ്? ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ അല്ലേ. യെസ്, ഇങ്ങനെ ഒരു പ്രധാന ഹെഡിങ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് അല്ലേ. ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ അല്ലേ. ഞങ്ങളുടെ ലിറ്റിൽ ഹീറോനെ ഹോണർ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാണ് അല്ലേ. ഇത് ചോദ്യം പറയാൻ മറന്നു അല്ലേ. ദിൽന വാസ് ഇൻവൈറ്റഡ് ടു യുവർ സ്കൂൾ ടു റിസീവ് എൻ അവാർഡ് ഫോർ ഹെർ ഡ്രൈവർ അല്ലേ. ദിൽന എന്ത് ചെയ്യാണ്? നിങ്ങളെ സ്കൂൾക്ക് വരികയാണ്. എന്തിന്? അവളുടെ ബ്രേവറിക്ക് ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി നിങ്ങളെ സ്കൂൾക്ക് ദിൽന വരികയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, എന്താണ്? നോട്ടീസിന് മെല്ലെ എന്ത് ചെയ്യുക? ചെറുതാക്കിയിട്ട് മുകളിൽ എഴുതാം. പിന്നെന്താണ്? ഒരു ഹെഡിങ് കൊടുക്കണം അല്ലേ. ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ? GLPS ചെറുപ്പട അല്ലേ. സ്കൂളിൻ്റെ പേരും എന്ത് ചെയ്യാം? അവിടെ കൊടുക്കാം. പിന്നെന്താണ്? പിന്നത്തെ വരി. ഇതൊക്കെ എല്ലാത്തിലും എഴുതാൻ പറ്റുന്ന കേട്ടോ, ശ്രദ്ധിക്കുക. ഡിയർ ഫ്രണ്ട്സ് എല്ലാത്തിലും എഴുതിക്കൂടെ? യെസ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ആൾ ടു എ സ്പെഷ്യൽ ഫംഗ്ഷൻ ടു ഹോണർ ദിൽന ഫോർ ഹെർ ബ്രൈവറി അല്ലേ. ഇതിലൊന്ന് നോക്കി, ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത് വരെ നിങ്ങൾക്ക് എല്ലാ നോട്ടീസിലും എന്ത് ചെയ്യാം? എഴുതാം. ഇപ്പം തന്നെ അതെന്ത് ചെയ്തോളൂ? കാണാതെ പഠിച്ചോളൂ അല്ലേ. ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു
ആൾ ടു എ സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാത്തിലും എഴുതാം. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചാൽ മതി. ഇവിടെ മാഷ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാത്തിലും അതെന്ത് ചെയ്യാം, കൂളായിട്ട് എഴുതാം. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റാർട്ടിങ് എല്ലാത്തിലും കിട്ടുകയും ചെയ്യും അല്ലേ. പിന്നീട് എന്ത് ചെയ്താൽ മതി, ടു ഹോണർ ദിൽന ഫോർ ഹെർ ബ്രൈവറി എന്നാണല്ലേ ചോദ്യം. നോക്കൂ എന്താണ്, ടു യുവർ സ്കൂൾ ടു റിസീവ് ആൻ അവാർഡ് ഫോർ ഹെർ ബ്രൈവറി അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നുണ്ട്, ബ്രൈവറിക്ക് വേണ്ടിയിട്ടാണെന്ന് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിലുള്ള 1-2 വാക്കുകളും കൂടി എന്ത് ചെയ്താൽ എഴുതി വെച്ചാൽ വളരെ ക്ലിയർ ആയി. പിന്നെ എന്ത് ചെയ്യുക, പിന്നെ മാഷ് എഴുതിക്കണം നോക്ക്, വളരെ സിമ്പിളായിട്ടുള്ള കേട്ടോ മാഷ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ നോക്കൂ, ക്വസ്റ്റ്യനിലുള്ള ഇതേ സെയിം സാധനം മാഷ് എന്ത് ചെയ്തു, ഇങ്ങോട്ടെടുത്ത് എഴുതിച്ചു അല്ലേ. നോ പ്രോബ്ലം, അതിനൊന്നും എന്തില്ല, പ്രശ്നമില്ല കേട്ടോ. എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ എഴുതി വെക്കാവുന്നതാണ്, എന്തില്ല, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെയൊക്കെ ചെയ്തു വെക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിലുള്ള അതേ ഡേറ്റും കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ എഴുതി വെക്കാം, നോ പ്രോബ്ലം അല്ലേ. കഴിഞ്ഞിട്ട് നോക്കൂ, ആൾ ആർ വെൽക്കം അല്ലേ, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അല്ലേ. അത് എല്ലാത്തിലും എഴുതിക്കൂടെ, എല്ലാത്തിലും എഴുതാം അല്ലേ. പിന്നെ ലാസ്റ്റ് എന്താണ്, ചെരുവപ്പടി ഹെഡ് മാസ്റ്റർ അല്ലേ, ഡേറ്റ്, സ്കൂളിൻ്റെ പേര് അല്ലേ. സ്കൂളിൻ്റെ പേര് വേണമെന്നില്ല, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡ് മാസ്റ്ററും എന്താണ് ഡേറ്റ് മാത്രം മതി. ഞാൻ എല്ലാം സ്കൂളിൻ്റെ പേര് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ആക്ടിവിറ്റിയിൽ എ ഗ്രേഡ് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമാണെങ്കിൽ വീഡിയോ എന്ത് ചെയ്യുക, ഒന്നും കൂടി കണ്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ 2 ആക്ടിവിറ്റീസ് അല്ലേ, ചോദ്യത്തെ ലൈക്ക് സ്റ്റോറിയിൽ നിന്ന് ഉത്തരം പറയാനുള്ളത്, ലിസൺ ആൻഡ് ഹിയറിങ്, കോൺവെർസേഷൻ, അതേപോലെ തന്നെ നോട്ടീസ്, ഇതൊക്കെ വളരെ എളുപ്പമാണ്. നോട്ടീസൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. എ ഗ്രേഡ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എല്ലാവരും വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് അവസാനിപ്പിക്കാം. അത്രേ ഉള്ളൂ കൂട്ടുകാരെ. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തത് അല്ലേ. ഇതുപോലെ എല്ലാ ആക്ടിവിറ്റികളും മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു ഗെയിം വരുന്നുണ്ട്, നമുക്ക് കളിച്ച് നോക്കിയാലോ. ഓക്കെ, എന്താ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയും കുറച്ച് വേർഡ്സ് ഒക്കെ മാഷ് ഇങ്ങനെ പിക്ചറായിട്ട് കാണിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഗെയിം. ഓക്കെ, റെഡി? ഓക്കെ, ഇതാണ് ഫസ്റ്റ് പിക്ചർ. ഒന്ന് നോക്കൂ, ആദ്യത്തേത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ദിൽനയാണ് അല്ലേ. രണ്ടാമത്തെ ആൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ, വെരി സിമ്പിളാണ് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ പിക്ചറിലേക്ക് പോകാം. രണ്ടാമത്തെ പിക്ചറിലാണ് യെസ്, കുറേ പേര് കാണുന്നുണ്ട്. അതിൻ്റെ നടുവിൽ ഷർട്ടൊക്കെ ഇട്ട് നല്ല ഗംഭീര്യത്തിൽ വരുന്ന ആളുടെ പേര് കമൻറ്റ് ചെയ്യൂ. ഒരു വോൾഫാണ് അല്ലേ, പേര് വേഗം കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇത് നമ്മൾ മൂന്നാമത്തെ ചിത്രം, എല്ലാവർക്കും അറിയാം, അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. വേഗം കമൻറ്റ് ചെയ്തോളൂ ആളെ പേര് മൂന്നാമത്തെ ചിത്രത്തിൽ. ഓക്കെ, ഇത് നാലാമത്തെ ചിത്രം. ഇതാരാണ്? നമ്മളെ പാഠഭാഗത്തിലെ ഒരു ആക്ടിവിറ്റീസിലെ ഒരാളാണല്ലേ. വേഗം ടെക്സ്റ്റ് ബുക്ക് നോക്കരുത് കേട്ടോ, വേഗം കമൻറ്റ് ചെയ്തോളൂ ഉത്തരം. അടുത്തത് ഒരു ചെറിയ ടഫുള്ള ചോദ്യമാണ്. ഇതൊരു ചോദ്യമാണ്. ഇതിൽ ദിൽനയും ഐസക്കും ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ ഇവർ ആ കുക്കീസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവർ കുക്കീസ് എടുത്തത് എന്നുള്ളത് നമ്മളൊരു പ്രത്യേക വാക്ക് വെച്ചിട്ട് കുക്കീസ് എടുക്കുക എന്നുള്ളതിന് അല്ലേ, പിടിച്ചെടുക്കുക, വേഗത്തിലെടുക്കുക എന്നുള്ളതിന് ഒരു പ്രത്യേക വാക്ക് പഠിച്ചിട്ടുണ്ട്. ആ വാക്കാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ, ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.